കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മരിച്ച BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വീട് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയാണ് ശിവൻകുട്ടി നിതിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത്. നിതിൻ രാജിന്റെ പിതാവ് ശ്രീ രാജനുമായി ഞാൻ ഏറെ സമയം സംസാരിച്ചു. നിതിൻ രാജിന്റെ പിതാവിന്റെ അഭിപ്രായത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായി ഡെന്റൽ കോഴ്സിന് ചേർന്ന അന്ന് മുതൽ തന്നെ നിതിൻ രാജിനെ പീഡിപ്പിക്കുന്ന നിലയിലുള്ള ഒരു സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള റാമാണ് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും നിതിൻ രാജിന്റെ പിതാവ് രാജൻ അവിടെ ചെല്ലുമ്പോൾ അവരെ വേണ്ട രൂപത്തിലുള്ള ഒരു പരിഗണന കൊടുക്കുകയോ ഇവർ പറയുന്ന പരാതികളോ ഒന്നോ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയ അവസരത്തിൽ ഹോസ്റ്റൽ റൂം കൊടുത്തില്ല. സിക്ക് റൂമിലാണ് ഇയാൾ നിതിൻ രാജ് കഴിയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ രാജിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പിതാവും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് നീതിപൂർവമായിട്ടുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ അഞ്ചരക്കണ്ടി ഭാഗത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ SP ആയിട്ട് സംസാരിച്ചപ്പോൾ ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെ സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണയെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് ഈ കോളേജിൽ നിന്ന് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ മരണത്തോട് ബന്ധപ്പെട്ട് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായാൽ ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇതിൻ്റെ അനുശോചനം രേഖപ്പെടുത്താനോ ആ വീട്ടിൽ വരുന്നതാണ്. ഒരു വിദ്യാർത്ഥി പോലും വന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ പോകാൻ പാടില്ല എന്ന് മാനേജ്മെൻറ്റ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്റേണൽ അസസ്മെൻറ്റ് മാർക്കുണ്ടല്ലോ പ്രൊഫഷണൽ കോളേജിൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി ആയുധമാണ്. ഇപ്പോൾ ഇന്റേണൽ മാർക്ക് പറഞ്ഞാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ള നിലയിലാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് 2-3 വ്യക്തികൾ ചേർന്നുള്ള ഒരു അൺഎയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും പിശകുണ്ടാകുന്നുള്ള വിവരം അറിയില്ല. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വാടക വീട്ടിലാണ് രാജൻ താമസിക്കുന്നത്. കൂലിവേല പണിക്കാണ് പോകുന്നത്. രാജൻ്റെ അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ്. അക്ഷയ, മന്ത്രി കുടുംബത്തെ കണ്ടു. കുടുംബത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു സുതാര്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ മന്ത്രി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ നിതിൻ രാജിൻ്റെ അവസാനമായി കാണാൻ ആ കോളേജിൽ നിന്ന് ആരും വന്നില്ല എന്നുള്ളത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് സഹപാഠികൾ ഉൾപ്പെടെ. അതിനും അദ്ദേഹം പറയുന്നത് മാനേജ്മെൻറ്റ് ഈ കുട്ടികൾക്കൊരു പക്ഷേ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ഇനി ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുക ഇനിയും അക്ഷയ? മന്ത്രി വി ശിവൻകുട്ടി അല്പസമയത്തിന് മുൻപാണ് ഇവിടെ നിതിൻ രാജിന്റെ വീട്ടിലെത്തി പിതാവിനോട് സംസാരിച്ചത് ദീർഘനേരത്തെ സംഭാഷണമായിരുന്നു അത്. പിതാവ് കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. തൻ്റെ മകന് സംഭവിച്ചത് എന്താണ്, എന്തൊക്കെയാണ് ആ കോളേജിൽ സംഭവിച്ചത്, തൻ്റെ മകൻ നേരിട്ട ജാതി അധിക്ഷേപം ആരിൽ നിന്നാണ് നേരിട്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിതിൻ രാജിന്റെ പിതാവ് മന്ത്രിയോട് സൂചിപ്പിക്കുകയുണ്ടായി. അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇതിനകത്തൊരു നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയായിരുന്നു. രണ്ടുപേരെ എന്തായാലും ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെ റഹീം ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ച സമയത്ത് നിതിൻ രാജിന്റെ അമ്മ ആവശ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു. എൻ്റെ മകന് ഇങ്ങനൊരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ മകൻ മരിച്ചു, ഇനി മറ്റൊരു കുട്ടിക്കും ഈ ഒരു സ്ഥിതി വരരുത്, ഈ ഒരു അവസ്ഥ വരരുത് എന്നുള്ളതാണ് റഹീമിനോട് നിതിൻ രാജിന്റെ അമ്മ പറഞ്ഞത്. ആ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഈ വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് അത്രത്തോളം കണ്ടമിടറിയിട്ടല്ലാതെ സംസാരിക്കാൻ ഒരിക്കലും കഴിയില്ല മഹേഷ്. എന്തായാലും വിദ്യാഭ്യാസ
മന്ത്രി മുഖ്യമന്ത്രിയെ കാണണം എന്നും ഒരാവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയാൽ ഉടനെ തന്നെ കുടുംബത്തിന് മുഖ്യമന്ത്രിയെ കാണാനുള്ള സൗകര്യം ഉറപ്പാക്കും എന്നുള്ളതും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കേസിന്റെ അവസ്ഥ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് അഞ്ചരക്കണ്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുവെന്നും അതിനൊരു സ്പെഷ്യൽ ടീമെ രൂപപ്പെടുത്തിയതായിട്ടുള്ള അറിവാണ് ലഭിച്ചതെന്നും എന്നാണ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് എന്തായാലും പ്രതികരിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള സഹായവും കുടുംബത്തിന് ലഭ്യമാക്കും എന്നുള്ള ഉറപ്പുകൂടെ നൽകിയിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ വീടിന്റെ പടിയിറങ്ങിയത്. എന്തായാലും ഏറെ വിഷമത്തോടെയല്ലാതെ ഈ ദിവസം ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അക്ഷയ കൃഷ്ണാനന്ദാണ് നിതിൻ രാജിന്റെ വസതിയിൽ നിന്ന് നമ്മളോട്